വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ്. ഇന്ന് നമുക്ക് നോട്ടിഫിക്കേഷൻ അഥവാ വിജ്ഞാപനം എന്താണെന്ന് മനസ്സിലാക്കാം. നോട്ടിഫിക്കേഷൻ ഈസ് ആൻ അലർട്ട് ഓർ അഡ്വൈസ് ടു ഡു സംതിങ്. ഇത് എന്താണ്? ഒരു ഓർമ്മപ്പെടുത്തലാണ്, അല്ലെങ്കിൽ എന്താണ്? ഒരു ഉപദേശമാണ്. നമ്മളോട് ഇന്ന കാര്യം ചെയ്യ് എന്നുള്ളൊരു അഡ്വൈസാണ് നോട്ടിഫിക്കേഷൻ അഥവാ വിജ്ഞാപനം എന്ന് പറയുന്നത്. നമ്മൾ നിത്യേന കേൾക്കുന്നതാണ് നമ്മുടെ മൊബൈലിലുള്ള നോട്ടിഫിക്കേഷൻസ്. ഫേസ്ബുക്ക് നോട്ടിഫിക്കേഷൻ, വാട്സാപ്പ് നോട്ടിഫിക്കേഷൻ, അങ്ങനെ ധാരാളം നോട്ടിഫിക്കേഷൻസ് നമുക്ക് പരിചയമുള്ളതാണ്. ഇനി ഒഫീഷ്യലായിട്ട് നോക്കിയാൽ എന്താണ് നോട്ടിഫിക്കേഷൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ഉണ്ട്, ഇലക്ഷൻ നോട്ടിഫിക്കേഷൻസ് ഉണ്ട്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള നോട്ടിഫിക്കേഷൻസ് ഉണ്ട്, പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ നോട്ടിഫിക്കേഷൻസ് ഉണ്ട്. അങ്ങനെ ധാരാളം നോട്ടിഫിക്കേഷൻസ് ഉണ്ട്. നമുക്ക് ഓരോന്നും 1 by 1 ആയിട്ട് മനസ്സിലാക്കാം. ഇതൊരു റിട്ടൺ ഫോർമാറ്റ് ആവാം, അല്ലെങ്കിൽ ഒരു പ്രിൻ്റഡ് ഫോർമാറ്റ് ആവാം. ഒരുപക്ഷെ അത് ഒരു ഒരു അഡ്വർടൈസ്മെൻറ്റ്, ഒരു അനൗൺസ്മെൻ്റ് എന്നുള്ള രീതിയിലാവാം. പോലീസ് നോട്ടിഫിക്കേഷനൊക്കെ മിക്കവാറും നമ്മൾ കൊറോണ കാലത്ത് ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വിജ്ഞാപനങ്ങൾ മനസ്സിലാക്കിയതാണ് പോലീസ് അനൗൺസ്മെൻറ്റിലൂടെ. ആരോഗ്യവകുപ്പിൻ്റെ അനൗൺസ്മെൻറ്റ്സ് ഉണ്ടാവാം. അതെല്ലാം ഒരു നോട്ടിഫിക്കേഷനാണ്. ഒരു നോട്ടിഫിക്കേഷൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് അതിൻ്റെ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമുക്ക് അറിയാവുന്ന കാര്യമാണ് നമ്മുടെ എഡ്യൂക്കേഷൻ, അതായത് നമ്മുടെ എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള നോട്ടിഫിക്കേഷൻസ്, അതുപോലെ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള നോട്ടിഫിക്കേഷൻസ്, ഇങ്ങനെ പലതരം നോട്ടിഫിക്കേഷൻസ് നമ്മൾ കേൾക്കാറുള്ളതാണ്. ഓരോന്നും നമുക്ക് ഡീപ്പായിട്ട് ഒന്ന് മനസ്സിലാക്കാം. ഈ നോട്ടിഫിക്കേഷൻ്റെ റെസിപ്പിയൻസ് അഥവാ സ്വീകർത്താവ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ വ്യക്തിയോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഒഫീഷ്യലോ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റോ ആയിരിക്കത്തില്ല. നമ്മൾ കഴിഞ്ഞ സർക്കുലറിലൊക്കെ കണ്ടതിനെക്കാട്ടിൽ തോനെ, അതായത് ഈ റിസീവേഴ്സ് എന്ന് പറയുന്ന ഒരു ബൾക്കായിട്ടുള്ള ഒരു സമൂഹത്തെ മൊത്തത്തിൽ ആയിരിക്കാം. അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണെങ്കിൽ ആ ഒരു വിഭാഗത്തെ മൊത്തത്തിൽ നോട്ടിഫൈ ചെയ്യുന്ന ഒരു മെസ്സേജ് ആയിരിക്കും നോട്ടിഫിക്കേഷനകത്ത് വരുന്നത്. അത് എക്സാമ്പിൾ നമുക്ക് കണ്ടാൽ അറിയാം. ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ ആണെങ്കിൽ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിൻ്റെ ആണെങ്കിൽ സ്റ്റേറ്റിനെ മൊത്തത്തിലായിരിക്കാം. അതല്ല, ഒരു രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള ഇലക്ഷൻ ആണെങ്കിൽ ആ രാജ്യത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആയിരിക്കും. അങ്ങനെ നോട്ടിഫിക്കേഷൻ്റെ സ്വഭാവം അനുസരിച്ച് അതിൻ്റെ റെസിപ്പിയൻസും വ്യത്യസ്തമായിരിക്കും. ഇനി നമുക്ക് എക്സാമ്പിളിലൂടെ ഇതെല്ലാം ഒന്ന് കണ്ടു നോക്കാം. ആദ്യമായി നമുക്ക് നമ്മുടെ എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ ഒന്ന് കണ്ടു നോക്കാം. ഗവൺമെൻറ് ഓഫ് കേരള, അതായത് ഒരു 100 പേജ് അടങ്ങുന്ന ഒരു ബുക്ക്ലെറ്റായിട്ടാണ് ആദ്യമേ ഗവൺമെൻറ് ഓഫ് കേരള നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നു. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ, പരീക്ഷാ സംബന്ധമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് നിന്ന് അറിയാൻ പറ്റും. 1 by 1 ആയിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഫസ്റ്റ് പേജ് നോട്ടിഫിക്കേഷൻ ഏത് ഇയർ ആണെന്നുള്ളതാണ് കാണിച്ചേക്കുന്നത്. പിന്നെ അതിൻ്റെ കണ്ടൻസ്, ഇത് മെയിനായിട്ട് ഒരു വർഷത്തിൽ ഇനി മാർച്ചിൽ തുടങ്ങി അങ്ങോട്ടുള്ള എല്ലാ എക്സാമിനേഷൻ്റെ കാര്യങ്ങളും ഈ നോട്ടിഫിക്കേഷനിലുണ്ട്. മാർച്ചിലെ എക്സാം, പിന്നെ വരുന്ന സെയുടെ എക്സാമിൻ്റെ കാര്യം, പിന്നെ വരുന്ന ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ കാര്യം ഉൾപ്പെടെ, അങ്ങനെ എല്ലാ ഫസ്റ്റ് ഇയറിൻ്റെയും സെക്കൻഡ് ഇയറിൻ്റെയും എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ടാവും. അതിനകത്ത് ഓരോരുത്തരുടെയും, അതായത് എത്ര ഫീസാണെന്നും എന്നാണ് ലാസ്റ്റ് ഡേറ്റ് എന്നുള്ളതും, പ്രിൻസിപ്പലിൻ്റെ ഡ്യൂട്ടീസ് എന്താണെന്നും, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫോം, ഗ്രേസ് മാർക്ക്, അതുപോലെ തന്നെ നമ്മുടെ ടൈം ടേബിള്, പിന്നെ ഫീസ് ഫൈനോട് കൂടിയുള്ള ഫീസ് അടയ്ക്കുന്ന ഡേറ്റ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും അടങ്ങിയ ഒരു ബുക്ക്ലെറ്റായിട്ടാണ് നമ്മുടെ എക്സാം നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ് വരുന്ന പേജിൽ ഇങ്ങനൊരു ഹെഡിങ് ആയിട്ട് നോട്ടിഫിക്കേഷൻ എന്ന് കാണിക്കുന്നു. ആ ഹെഡിങ്ങിൽ പിന്നെ നമ്പർ, ഡേറ്റ്, സബ്, നോട്ടിഫിക്കേഷൻ ഫോർ ദി കണ്ടക്ട് ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇയർ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ മാർച്ച് 2020 and the details of other examination to be conducted during the year 2020 regarding. അതായത് ഈ 2020 നടത്തുന്ന കുറേ എക്സാമിനേഷൻ്റെ കാര്യങ്ങൾ, ഈ ഫസ്റ്റ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള സേ ഉൾപ്പെടെ ഇമ്പ്രൂവ്മെൻ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട് ഈ നോട്ടിഫിക്കേഷനകത്ത്. നമ്മളെല്ലാ ലെറ്ററുകളിലും കണ്ടതുപോലെ റെഫറൻസ്, ഒരുപാട് ഓർഡറുകളുടെ ബേസിലാണ് ഈ നോട്ടിഫിക്കേഷൻ തയ്യാറാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന ഓർഡറുകളെല്ലാം തന്നെ ഈ നോട്ടിഫിക്കേഷനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. എന്നിട്ട് മാറ്റർ പറയുന്നു ഏതൊക്കെ ഇയർ ആണെന്നും, സി മാർക്കിൻ്റെ കാര്യങ്ങൾ, പ്രാക്ടിക്കലിൻ്റെ കാര്യം, ടിയുടെ കാര്യം എല്ലാം പറയുന്നുണ്ട്. അതിനുശേഷം ലാസ്റ്റിലായിട്ട്
ഇങ്ങനെ ടൈം ടേബിളും എല്ലാം വരുന്ന കാര്യങ്ങളും എല്ലാം അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി അത് മലയാളത്തിലും ആ നോട്ടിഫിക്കേഷൻ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വിജ്ഞാപനം എന്ന് മനസ്സിലായല്ലോ. വിജ്ഞാപനം എന്ന് കൊടുത്തിട്ട് അതേപോലെ നമ്പരും തീയതിയും എല്ലാം കൊടുത്തു. അതിനുശേഷം സബും റഫും. പിന്നെ നമ്മൾ ഇംഗ്ലീഷിൽ കണ്ട അതേ മാറ്ററുകൾ തന്നെ, 1-2 വർഷ ഹയർ സെക്കൻഡറി പരീക്ഷ, 1 വർഷ ഹയർ സെക്കൻഡറി പരീക്ഷ, അങ്ങനെ ഓരോന്നും മലയാളത്തിലായിട്ടും തന്നിരിക്കുകയാണ്. പിന്നെ ഓരോ കണ്ടീഷൻസ്, ഓരോ എക്സാമിനേഷൻ്റെ എന്തൊക്കെ നിയമങ്ങൾ, അതായത് വാല്യുവേഷൻ തൊട്ട് റിസൾട്ട് പബ്ലിഷ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ, റീവാല്യുവേഷൻ്റെ കാര്യങ്ങൾ വരെ ഈ ഒരു നമ്മുടെ ഈ നോട്ടിഫിക്കേഷനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒരു 100 പേജോളം വരുന്ന ഒരു നോട്ടിഫിക്കേഷനാണിത്. അപ്പോൾ അതിനകത്ത് എല്ലാ കാര്യങ്ങളും അതിൽ നിന്ന് ഒരു വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ ഒരു പരീക്ഷ നടത്തിക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കാവുന്ന എല്ലാ കാര്യങ്ങളും ഇതിനകത്ത്, ഏതൊക്കെ സബ്ജക്റ്റ് ആണെന്നും എത്ര മാർക്കാണ് പാസ്സാവാൻ വേണ്ടുന്നതെന്നും പരീക്ഷാ രീതികൾ എങ്ങനെയാണെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഇതിനകത്ത് ലാസ്റ്റിൽ സൈൻ ചെയ്യുന്ന ഒരു പേജും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. മൊത്തം പേജ് നമ്മൾ സ്ക്രോൾ ചെയ്യുന്നില്ല. നിങ്ങൾക്കും നമ്മുടെ VHSC കേരള എന്നുള്ള സൈറ്റിൽ നിന്നും ഈ നോട്ടിഫിക്കേഷൻ കാണാവുന്നതാണ്. ഇനി നമുക്ക് ഈ പേപ്പർ സൈൻ ചെയ്തേക്കുന്ന ആരാണെന്നൊന്ന് മനസ്സിലാക്കാം. അതായത് ഈ നോട്ടിഫിക്കേഷൻ സൈൻ ചെയ്യുന്നത് നോക്കാം. നമ്മുടെ ബഹുമാന്യനായ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ചെയർമാനായിട്ടുള്ള ഒരു കമ്മിറ്റിയാണിത്. അതിനകത്ത് സെക്രട്ടറിയും സൈൻ ചെയ്യുന്നുണ്ട്. ശ്രീ ജീവൻ ബാബു സാർ IASൻ്റെ സിഗ്നേച്ചറോട് കൂടിയാണിത് വിടുന്നത്. സൈൻഡ് എന്ന് കൊടുത്ത് നമുക്കറിയാം, സൈൻഡ് എന്ന് സൂചിപ്പിക്കുമ്പം ഓൾറെഡി സൈൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ് നമ്മൾ ഇതിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പം ലാസ്റ്റിലായിട്ട് ഇങ്ങനെ സൈൻ ചെയ്യുന്ന ഒരു പേജാണിത്. ആ കണ്ടൻറ്റുകളെല്ലാം പറഞ്ഞതിന് ശേഷം മലയാളത്തിലുള്ള പേജിൻ്റെ ആണിത്, കണ്ടോ. അപ്പോൾ അവിടെ നമ്മൾ സൈൻ ചെയ്തേക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഓരോന്നും വ്യത്യസ്തമായിരിക്കും. അതായത് ഏത് സബ്ജക്റ്റിനെ ബേസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ്റെ രീതിയും മാറുന്നതായിരിക്കും. നമ്മുടെ എക്സാം നോട്ടിഫിക്കേഷൻ ഒരു ബുക്ക്ലെറ്റ് പോലെ 100 പേജ് അടങ്ങുന്നതാണ്. ഇപ്പോൾ ഏകദേശ രൂപം നോട്ടിഫിക്കേഷൻ്റെ മനസ്സിലായി കാണുമല്ലോ. ഇനി നമുക്ക് ഒരു യൂണിവേഴ്സിറ്റിയുടെ ഒരു നോട്ടിഫിക്കേഷൻ കണ്ടു നോക്കാം. അതായത് യൂണിവേഴ്സിറ്റികൾ എല്ലാം തന്നെ ഓൺലൈനായിട്ടുള്ള പ്രോഗ്രാംസാണ്. എല്ലാം ഓൺലൈനായിട്ടുള്ള ആപ്ലിക്കേഷനും എക്സാം ആപ്ലിക്കേഷനായാലും എല്ലാം സബ്മിറ്റ് ചെയ്യുന്നത് ഓൺലൈനായിട്ടാണ്. യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിലൊരു പ്രത്യേക ലിങ്ക് തന്നെ നോട്ടിഫിക്കേഷനായിട്ടുണ്ട്. ഇത് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റാണ്. അതിനകത്ത് നോട്ടിഫിക്കേഷൻ എന്നും പറഞ്ഞ് ഇത് പ്രത്യേകമായിട്ട് കാണിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാവും. നോട്ടിഫിക്കേഷന് പ്രത്യേക ലിങ്കാണ്. ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പേജിലോട്ട് പോകാവുന്നതാണ്. ഇതാണ് എക്സാം നോട്ടിഫിക്കേഷൻ. യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ എക്സാം നോട്ടിഫിക്കേഷനാണിത്. ഓരോ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്ത് എന്നാണെന്നും അത് ഏതൊക്കെ എക്സാം ആണെന്ന് വരെ ഇതിനകത്ത് നമുക്ക് സെർച്ച് ചെയ്ത് കിട്ടാം. അതുപോലെ ടൈം ടേബിൾ, എക്സാമിനേഷൻ ഫീസ്, ഇതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഒരു പ്രത്യേക നോട്ടിഫിക്കേഷൻ ലിങ്ക് തന്നെ യൂണിവേഴ്സിറ്റികൾ സൈറ്റിൽ റെഡിയാക്കിയിട്ടുണ്ട് നമ്മുടെ സൗകര്യത്തിനായിട്ട്. ഇപ്പം യൂണിവേഴ്സിറ്റിയുടെ നോട്ടിഫിക്കേഷൻ്റെ ഉദ്ദേശം എന്താണെന്നും അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലായല്ലോ. അടുത്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ സൈറ്റാണിത്. ഈ വെബ്സൈറ്റിൽ നമുക്ക് ഒരു ബെൽ ഐക്കണായിട്ടാണ് നോട്ടിഫിക്കേഷൻ കാണിച്ചിരിക്കുന്നത്. എക്സാമിനേഷൻ നോട്ടിഫിക്കേഷനും അതുപോലെ തന്നെ ഇൻ്റർവ്യൂ നോട്ടിഫിക്കേഷനും, അങ്ങനെ അതായത് ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നോട്ടിഫിക്കേഷൻ എല്ലാം നമ്മുടെ ഈ സൈറ്റിൽ ഒരു പ്രത്യേക വിങ്ങിലായിട്ട്, നമ്മൾ യൂട്യൂബിലൊക്കെ കാണത്തില്ലേ ബെൽ ഐക്കൺ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട്, നമ്മൾ ആ ഒരു പ്രത്യേക ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. ഇത് ഓരോ നോട്ടിഫിക്കേഷൻ്റെ ഡേറ്റും ആ കാറ്റഗറി നമ്പറും ഒക്കെ ആയിട്ട് തന്നിരിക്കുന്നതാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ. അപ്പോൾ ഓരോ ഉദ്ദേശത്തോടു കൂടി ഇറക്കുന്ന നോട്ടിഫിക്കേഷൻസ് വ്യത്യസ്തമായിരിക്കും. ഇതെല്ലാം ഒരു എക്സാം റിലേറ്റഡ് നോട്ടിഫിക്കേഷൻസാണ് നമ്മൾ കണ്ടത്. ഇനി അടുത്ത ഒരു ഇതാണ്, അതായത് ഇതൊരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് നിന്നുള്ള ഒരു നോട്ടിഫിക്കേഷനാണ്. അതിനൊരു പ്രത്യേക ഫോർമാറ്റ് ഇത് ഇങ്ങനെ തന്നെ ഹെഡിങ് ആയിട്ടും ലാസ്റ്റിൽ അണ്ടർ സെക്രട്ടറി ടു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സൈൻ ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. അടുത്തതായിട്ട് ഈ കാണുന്നത് ഒരു കേരള ഗസറ്റ് വിജ്ഞാപനമാണ്. അതായത് നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു വിജ്ഞാപനമാണ്. നമുക്ക് കാണാം 2003 ലാസ്റ്റിൽ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സെക്രട്ടറിയായ KK രമണി സൈൻ ചെയ്തേക്കുന്നതാണ്.
പാറ്റേൺ അനുസരിച്ച് വിജ്ഞാപനത്തിൻ്റെ രീതികളും മാറി വരുന്നതാണ്. നോട്ടിഫിക്കേഷൻ്റെ ആ ഫോർമാറ്റ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ നോട്ടിഫിക്കേഷൻസ് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അടുത്തതായിട്ട് ഇതൊരു മോഡൽ ക്വസ്റ്റ്യനാണ്. നോട്ടിഫിക്കേഷൻ്റെ ഒരു ലോ യൂണിവേഴ്സിറ്റിയുടെ ആപ്ലിക്കേഷൻ ക്ഷണിക്കുന്ന അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ഒരെണ്ണമാണ്. അത് നിങ്ങൾ വായിച്ച് നോക്കി. ഗവൺമെൻറ് ഓഫ് തമിഴ്നാടിൻ്റെ ആണ്. അത് വായിച്ച് കറക്റ്റ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൊടുത്ത് പാരഗ്രാഫുകൾ വായിച്ച് റെഡിയാക്കി എഴുതി വയ്ക്കുക. ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായിട്ട് നിങ്ങളുടെ ടീച്ചർമാരുമായിട്ട് കൺസൾട്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നമ്മുടെ നോട്ടിഫിക്കേഷൻ എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഏകദേശം എല്ലാ ഒഫീഷ്യൽ ലെറ്ററുകളും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. എല്ലാവരും അത് നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതായത് ഒരു ഓഫീസിൽ നമുക്ക് നാളെ ജോലി ചെയ്യേണ്ടി വന്നാൽ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം വൃത്തിയായിട്ട് മനസ്സിലാക്കിയാൽ പ്രയാസമില്ലാതെ ജോലി ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. ഓക്കെ, ബൈ.